വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ കുഞ്ഞുങ്ങളുമായി എങ്ങനെ ആശയവിനിമയം നടത്തണം? ഇതിനെക്കുറിച്ചാണ് കൊച്ചി VPS ലെക്ഷർ ഹോസ്പിറ്റലിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ നവീൻ ആൻഡോ പറയുന്നത്. Family Doctor, supported by VPS Lakeshore. മൂന്ന് വയസ്സുള്ള പിള്ളേർ അല്ലെങ്കിൽ വളരെ ചെറിയ പിള്ളേർ അവർ കരയുമ്പോൾ മൊബൈൽ ഫോൺ കൊടുക്കുന്ന ഒരു പ്രവണതയുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ പല ആകർഷകമായിട്ടുള്ള കാർട്ടൂൺസ് ഉണ്ട്, അതെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ സൗണ്ട് ഉണ്ട്, മ്യൂസിക് ഉണ്ട്. അതെല്ലാം കേൾക്കുമ്പോൾ പിള്ളേർ അതിൽ ശ്രദ്ധിച്ച് പെട്ടെന്ന് കരച്ചിലൊക്കെ നിർത്തും. പക്ഷേ അവിടെ അവർക്കൊരു റിയൽ വേൾഡ് ഒരു ഇൻട്രാക്ഷൻ ഇല്ല. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗ്രാൻഡ് പാരൻസ്, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള സിബ്ലിങ്സ്, സഹോദരങ്ങൾ, അവരൊക്കെ നമ്മൾ അങ്ങോട്ടേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ റെസ്പോൺസ് കണ്ടിട്ട് നമുക്കൊരു റെസ്പോൺസ് കിട്ടും. അങ്ങനെയുള്ള പിള്ളേർ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ആൾക്ക് അറിയുകയാണെങ്കിൽ ആളൊന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആളെ ഒന്ന് പാട്ട് പാടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആളോട് സംസാരിച്ച് കഴിഞ്ഞാൽ ആളൊന്ന് നോക്കിയിട്ട് അവനായിട്ട് അല്ലെങ്കിൽ അവളായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവനത് മനസ്സിലത് കിടക്കും. നമ്മൾ അവനുമായിട്ട് കുറച്ചൊന്ന് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവൻ്റെ ഡെവലപ്മെൻറ്റിനും ന്യൂറോ ഡെവലപ്മെൻറ്റിനും ബ്രെയിൻ്റെ ഡെവലപ്മെൻറ്റിനും എല്ലാം അത് സഹായകമാകും. Family Doctor, supported by VPS Lakeshore.